സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ് വന്നു. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ടും 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ഇടുക്കി ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള യാത്രയും വിലക്കിയിരിക്കുകയാണ്. കാലാവസ്ഥയുടെ കൂടുതൽ വിവരങ്ങളുമായി റിനു ശ്രീധർ തത്സമയം തിരുവനന്തപുരത്ത് ചേരുന്നു. റിനു, എന്തൊക്കെ കാലാവസ്ഥ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്? ജനങ്ങൾ ഏത് രീതിയിലൊക്കെ ജാഗ്രത പാലിക്കണം? മഴ തകർത്ത് പെയ്യും എന്ന് തന്നെയാണല്ലോ മിക്കവാറും ജില്ലകളിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വരുന്ന 3 മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അതേസമയം മഴ മുന്നറിയിപ്പിലേക്ക് വിശദമായി പോവുകയാണെങ്കിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയുമായി ഇടുക്കി, പാലക്കാട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 7 ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമുണ്ട്. മറ്റൊന്ന്, ഇടുക്കി ജില്ലയിൽ അതുപോലെ തന്നെ ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഇടുക്കി ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്കും നിർത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഒപ്പം കർണാടക, ലക്ഷദ്വീപ് തീരത്തുള്ളവർ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള ഒരു കാര്യവും നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നു. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു അറിയിപ്പ് കൂടി ഉണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഭയപ്പെടേണ്ടുന്ന മറ്റു സാഹചര്യങ്ങളൊന്നുമില്ല. ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ മുന്നറിയിപ്പുള്ളത്. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.